ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ദീപക് മോഹൻ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനാണ്. അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ള സോഫ്റ്റ്വെയറാണ് ടാലി. എന്നാൽ ഈ ടാലിയെക്കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പുറത്തുപോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ടാലിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും പഠിച്ച കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാലി ക്ലാസ് തുടങ്ങാം. ഈ വിൻഡോയിൽ കാണുന്ന ഈ ഐക്കണാണ് ടാലി ERP9. ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത എഡ്യൂക്കേഷൻ മോഡാണ്. സാധാരണ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ ടാലി പ്രൊവൈഡറിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ മോഡ് ഡൗൺലോഡ് ചെയ്തു. ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷൻ മോഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിൻഡോ വന്നത്. ഇതിൽ നമ്മൾ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കമ്പനി ടാലി ഓപ്പൺ ആയി വന്നു. ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് കമ്പനിയാണ്. സെലക്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ടാലിയിൽ നമ്മൾ ഓൾറെഡി കമ്പനി ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് സെലക്ട് കമ്പനി. അടുത്തത് ലോഗിൻ ആസ് റിമോട്ട് യൂസർ. ലോഗിൻ ആസ് റിമോട്ട് യൂസർ എന്ന് പറയുന്നത് നിലവിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടാലി അതിൻ്റെ സെയിം കമ്പനിയുടെ അക്കൗണ്ട്സ് തന്നെ മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് റിമോട്ട് യൂസർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയതായിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ കമ്പനി ക്രിയേഷൻ മോഡ് വന്നു. അതിൽ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയുടെ പേര് ABC ലിമിറ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അഡ്രസ്സ്, കമ്പനിയുടെ അഡ്രസ്സ്, നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ എക്സാമ്പിളായിട്ട് ചുമ്മാ ഒരു അഡ്രസ്സ് അടിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റർ അടിക്കുക. കമ്പനി ഏത് രാജ്യത്താണ്? ഇന്ത്യ സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു. നിങ്ങളുടെ കമ്പനിയുടെ പിൻകോഡ് അടിക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം അടിച്ചു. കമ്പനിയുടെ ഫോൺ നമ്പർ അടിക്കുക. അടുത്തത് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതടിക്കുക. കമ്പനിയുടെ ഫാക്സ് നമ്പർ അടിക്കുക. കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് അടിക്കുക. അടുത്തതായി വന്നത് ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ്. ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ തുടങ്ങി മാർച്ച് വരെയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2020 തുടങ്ങി 31 മാർച്ച് 2021 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. അതാണ് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1/4/2020 ശേഷം മെയ് അല്ലെങ്കിൽ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. ആ സമയത്താണ് ബുക്സ് ബിഗിനിങ് ഡേറ്റ് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ഡേറ്റ് ഇവിടെ ബുക്സ് ബിഗിനിങ്ങിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ടാലി വോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ടാലിയുടെ ഡാറ്റ നമുക്ക് പാസ്വേഡാക്കി ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. ഈ പാസ്വേഡ് ഏതെങ്കിലും കാരണവശാൽ മറന്നു പോവുകയോ ചെയ്താൽ നമുക്ക് പിന്നെ ആ ഡാറ്റ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനു പകരം യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. ഇതാണ് ഈ പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പാസ്വേഡ് കൊടുക്കുന്നതാണെങ്കിൽ കമ്പനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ കമ്പനി ഓപ്പൺ ആവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നോ കൊടുക്കുകയാണ്. ഇത് ബേസ് കറൻസി സിമ്പിൾ ഇന്ത്യൻ റുപ്പി, അവിടെ എൻ്റർ അടിച്ച് പോവുക. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, ഇന്ത്യയിലെ അക്കൗണ്ട്സ് പ്രകാരം ഡെസിമൽ പ്ലേസസ് 2 ഡിജിറ്റാണ്. അവിടെ എൻ്റർ അടിച്ച് പോവുക. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റലിന് നമ്മൾ പൈസ എന്ന് പറയുന്നു. അതും എൻ്റർ ചെയ്യുക. എൻ്റർ അടിച്ച്
പോവുക. അപ്പോൾ ആക്സെപ്റ്റ് യെസ് ഓർ നോ എന്ന് വെച്ചാൽ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ യെസ് ക്ലിക്ക് ചെയ്താൽ സേവ് ആവും, നോ ക്ലിക്ക് ചെയ്താൽ സേവ് ആവില്ല. നമ്മൾ എക്സ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ആയി. ഈ കാണുന്നതാണ് ABC ലിമിറ്റഡ് കമ്പനി ക്രിയേറ്റ് ആയി. ആ കമ്പനിയാണ് ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇതാണ് കമ്പനി ഓപ്പൺ ആയപ്പോൾ ഇതാണ് ടാലിയുടെ മെയിൻ പേജ്, ഗേറ്റ് വേ ഓഫ് ടാലി. ഇതിൽ ഇപ്പോൾ നോ വൗച്ചേഴ്സ് എൻ്റെഡ്, ഒരു വൗച്ചർ പോലും ഇതിൽ എൻ്റർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. ഇതിൽ ലെഡ്ജർ എങ്ങനെ എൻ്റർ ചെയ്യാം എന്ന് നോക്കാം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ലെഡ്ജേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലെഡ്ജർ സിംഗിൾ ലെഡ്ജറും മൾട്ടിപ്പിൾ ലെഡ്ജറും ഉണ്ട്. സിംഗിൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഓരോ ലെഡ്ജർ വൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണിത്. മൾട്ടിപ്പിൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലെഡ്ജറുകൾ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനാണിത്. നമുക്ക് സിംഗിൾ ലെഡ്ജർ വഴി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെഡ്ജറിൻ്റെ പേര് അടിക്കുക. ഒരു കാര്യം പറയട്ടെ, ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ഈ രണ്ട് അക്കൗണ്ടും ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് ഇതിലുണ്ടാകും. അതൊഴിച്ച് ബാക്കി എല്ലാ അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആദ്യമായി ഒരു കമ്പനി തുടങ്ങിയതുകൊണ്ട് കമ്പനിയിൽ ക്യാപിറ്റൽ വേണമെന്നറിയാലോ. അപ്പോൾ ABC ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ ABC പ്രൊപ്പറേറ്റർ എന്ന് സങ്കല്പിച്ച് അയാൾ ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നതായി എൻട്രി ഇടണം. അപ്പോൾ അതിനു വേണ്ടി ABC പ്രൊപ്പറേറ്ററുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പേരടിച്ചു, ഇനി എൻ്റർ ചെയ്യുക. പ്രൊപ്പറേറ്റർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ കൊടുക്കുക, എൻ്റർ അടിക്കുക. അടുത്തത് ഇൻവെൻട്രി വാല്യൂ ആർ അഫക്റ്റഡ്. ക്യാപിറ്റൽ അക്കൗണ്ടിന് ഇൻവെൻട്രി വാല്യൂ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് നോ തന്നെ കിടക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ അഡ്രസ്സ് കൊടുക്കുക. കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ് എല്ലാം കൊടുക്കാം. പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1/4/2020 തുടങ്ങിയാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് വരേണ്ടത് 1/4/2019 തുടങ്ങി 31/3/2020 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ക്ലോസിംഗ് ബാലൻസ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ വരേണ്ടത്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നില്ല. ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടും ഓൾറെഡി ടാലിയിൽ ഉണ്ടാകും. അടുത്തതായി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എൻ്റർ ചെയ്യുന്നു. നെയിമിൻ്റെ അടിയിൽ അലിയാസ് എന്ന് കാണുന്നത് നമ്മുടെ ലെഡ്ജറിൻ്റെ പേരിൻ്റെ എന്തെങ്കിലും ഷോർട്ട് നെയിമായിട്ട് ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്തത് അണ്ടർ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. അടുത്തത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. IFSC കോഡ്, ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച് എല്ലാം എൻ്റർ ചെയ്യാം. സെറ്റ് ചെക്ക് ബുക്ക് അതിൻ്റെ സീരീസ് എൻ്റർ ചെയ്യാം. സെറ്റ് ചെക്ക് പ്രിൻറ്റിംഗ് കോൺഫിഗറേഷൻ, ഈ ഓപ്ഷൻസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അടുത്തത് അഡ്രസ്, കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് കേരള, പിൻകോഡ് അടിക്കുക. ബാങ്കിന് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കൊടുക്കുന്നില്ല. ആക്സെപ്റ്റ് എസ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻവെൻറ്ററി വാല്യൂ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, നോ കൊടുക്കുക. GST ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് എൻ്റർ അടിച്ച് പോവുക.
ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഇതിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. സേവ് ചെയ്യുക, ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സാലറി, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, പ്രിൻറ്റിങ് സ്റ്റേഷനറി, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൽ പറഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സാലറി അക്കൗണ്ട് അതിൻ്റെ അണ്ടർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്തു. ഇതും ഇൻവെൻറ്ററി വാല്യൂ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. അത് ചുമ്മാ എൻ്റർ അടിച്ച് പോവുക. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് അതിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. സേവ് ചെയ്യുക, ആക്സെപ്റ്റ്, യെസ്. അടുത്തൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടി ക്രിയേറ്റ് ചെയ്യാം. റെൻറ്റ് പെയ്ഡ്, അത് എൻ്റർ അടിക്കുക. അതിൻ്റെ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ എൻ്റർ അടിക്കുക. ഇൻവെൻറ്ററി വാല്യൂ ഒന്നുമില്ല, GST അപ്ലിക്കബിൾ അല്ല. എൻ്റർ അടിച്ച് പോവുക. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുറേ ലെഡ്ജറുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഈ ലെഡ്ജറുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലെഡ്ജർ എഡിറ്റ് ചെയ്യണം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോയിൽ നിന്ന് മെയിൻ വിൻഡോയിലേക്ക് പോവുക. ടാലിയുടെ മെയിൻ ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് പോകാൻ എസ്കേപ്പ് എന്ന ബട്ടൺ ഉപയോഗിക്കുക. എസ്കേപ്പ് ചെയ്ത് ഇതാണ് ഗേറ്റ്വേ ഓഫ് ടാലി, അതായത് ടാലിയുടെ ഫ്രണ്ട് പേജ്. ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറുകൾ കാണുന്നതിനായി അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾട്ടർ എടുത്താൽ ഓൾട്ടർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെഡ്ജറുകളും കാണാം. ഈ ലെഡ്ജറുകൾ സെലക്ട് ചെയ്താൽ അതിൽ നമുക്ക് വേണ്ട എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വേജസ് സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ വേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വേണ്ട ചേഞ്ചസ് വരുത്താവുന്നതാണ്. ചേഞ്ചസ് ഒന്നുമില്ലെങ്കിൽ എസ്കേപ്പ് ചെയ്താൽ ആ വിൻഡോ ക്ലോസ് ആയിക്കോളും. വീണ്ടും എസ്കേപ്പ് അടിക്കുക, ഗേറ്റ്വേയിലേക്ക് വരിക. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കമ്പനി ക്രിയേഷനും അതിനോടനുബന്ധിച്ചുള്ള ലെഡ്ജർ ക്രിയേഷനുമാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ടാലിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തും. ഇനിയുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.